വന്നിട്ടുള്ളത് ഒരു കേക്ക് റെസിപ്പി ആയിട്ടാണ്. നല്ലൊരു മാംഗോ ഗ്ലേസ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണിത്. അപ്പോൾ ഈ മാംഗോ ഗ്ലേസ് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കേക്കിൻ്റെ ബേസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ളി ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇപ്പോൾ ഇതിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കുക. ഇനി ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അത് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് മിക്സ് ആക്കി എടുക്കണം. ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഞാൻ മാംഗോയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ മാംഗോ മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ഇനിയും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 2-3 ഡ്രോപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള മാവൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള ഫ്ലോറും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ബാറ്റർ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാനിതുപോലെ ഒരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടിയിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിത് ബേക്ക് ചെയ്യാൻ വെക്കുകയാണ്. കൺവെൻഷൻ ഓവനിലാണെങ്കിൽ 180 ഡിഗ്രിയിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഞാനിതൊരു ഇഡ്ഡലി സ്റ്റീമറിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇഡ്ഡലി സ്റ്റീമർ ഉപ്പൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു റിങ് വെച്ചിട്ട് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കേക്ക് ടിന് ഇറക്കി വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുക. 25 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് ഓഫ് ചെയ്യാം. 25 മിനിറ്റും കൊണ്ട് തന്നെ കേക്ക് ബേക്കായിട്ട് കിട്ടും. ഇപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിന്ന് എടുത്ത് മാറ്റിയിട്ട് ചൂടാറിയ ശേഷം ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്യാം. ആ സമയം കൊണ്ട് ഞാനിതിലേക്ക് കുറച്ച് നല്ലോണം പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 2 മാങ്ങ, ചെറിയ 2 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് ആക്കി എടുക്കണം. ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നാരുള്ള മാങ്ങയാണെങ്കിൽ ഇതൊന്ന് അരിച്ചെടുക്കണം. ഞാനിത് ഒരു ഫ്രൈ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഞാനിത് കുറച്ച് നാരുള്ളൊരു മാങ്ങയായിരുന്നു, അപ്പോൾ ഇതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതൊന്ന് തിക്കാക്കി എടുക്കണം. അടിയിൽ പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ഒരു തിക്കായിട്ടുള്ള ഒരു പേസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക. ഇനി വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. 1 കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് 2 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗറും കൂടെ ചേർത്തിട്ടാണ് ഞാനിത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ക്രീം ഇവിടെ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കൊക്കെ ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. ഈ കേക്കിനെ ഞാനൊന്ന് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. 3ആയിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 2ആയിട്ട് കട്ട് ചെയ്യുന്നുള്ളൂ. ഇത് മാറ്റി വെച്ചിട്ട് കേക്ക് ബോർഡിൽ കുറച്ച് ക്രീമാക്കി കൊടുക്കുക. കേക്കൊന്ന് നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക.
ഇതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, അപ്പോൾ കൂടുതൽ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ കുറച്ച് ഈസി ആയിട്ട് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു നോസിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാംഗോയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതും ഞാൻ നല്ല കട്ടിയിൽ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിലും ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് കേക്കിനെ മുഴുവനായിട്ട് ക്രീമും കൊണ്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ഞാൻ ഈ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് തന്നെയാണ് മുഴുവനായിട്ടൊന്ന് ക്രീം കൊണ്ട് കവർ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇനി പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്ന് സ്മൂത്താക്കി കൊടുത്താൽ മതി. അപ്പോൾ കേക്ക് ഇവിടെ ഞാൻ മുഴുവനായിട്ട് ക്രീം കൊണ്ടൊന്ന് സ്മൂത്താക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് സ്ക്രാപ്പർ വെച്ചിട്ട് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളിലായിട്ട് ചെറുതായിട്ടൊന്ന് ഒരു റോസറ്റ ഡിസൈനും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡിസൈനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റാക്കിയ ശേഷം ഇതിൻ്റെ മുകളിൽ ഗ്ലേസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് സെറ്റാക്കി എടുത്ത കേക്കാണ്. ഇതിൻ്റെ മുകളിലായിട്ട് ഗ്ലേസ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ ന്യൂട്രിയൽ ജെല്ലി എടുക്കുന്നുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഞാൻ മാംഗോയുടെ മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഞാൻ കുറച്ച് ലൂസാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു പാകത്തിലുള്ള ലൂസായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കേക്കിൻ്റെ മുകളിലായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് ഞാനിത് ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളിതൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ മാംഗോ ഗ്ലേസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക. അപ്പോൾ ഈ മാംഗോ ഗ്ലേസ് കേക്കിൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. കൂടെ ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.